നമസ്കാരം. കേന്ദ്ര കോപ്പർ രായാവിന് മുന്നിൽ സംസ്ഥാനത്തെ ബി.ജെ.പി നേതാക്കന്മാരുടെ അവസ്ഥ ഡോഗ് വില അഥവാ പട്ടിത്താറ്റും പരിഹാസവും. എന്താണെന്നല്ലേ, ഒരു ദൃശ്യം കാട്ടിത്തരാം. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ദൃശ്യമാണ്. അതിനെ സംബന്ധിച്ച് അഭിപ്രായ പ്രകടനം നടത്തണമെന്ന് വിചാരിച്ചു. ചില കാര്യങ്ങൾ എൻഗേജ്ഡ് ആയതുകൊണ്ട് പറയാൻ പറ്റിയില്ല. കോപ്പർ രാജാവ് കടന്നു വരുന്ന വഴിയിൽ അദ്ദേഹത്തിന്റെ ദർശനം കിട്ടാൻ വേണ്ടി കാത്തുനിന്ന ആ ഹതഭാഗ്യനായിട്ടുള്ള ബി.ജെ.പി സംസ്ഥാന നേതാവിനെ കാണും. കണ്ടില്ലേ? ഗതികയുടെ നിന്റെ പേരോ എം.ടി. രമേശ് എന്ന് ചോദിക്കേണ്ടി വരികയാണ്. പ്രോട്ടോകോൾ പ്രകാരം നോക്കുകയാണെങ്കിൽ ബി.ജെ.പിയുടെ കേരളത്തിലെ തലമുതിർന്ന നേതാവാണ്. പക്ഷേ കോപ്പർ രായാവ് വന്നതിന് ശേഷം ഒരു വിലയില്ല. അതായത് നേരത്തെ പറഞ്ഞ കണക്ക് കണ്ടിട്ട് അദ്ദേഹത്തിന് നെവർ മൈൻഡ് ഭാഗം, ഒരു വിലയില്ല. അതായത് ഒരു ചാണകത്തിനെ കണ്ടിട്ട് പോകുന്ന അവസ്ഥയിൽ ഇഗ്നോർ ചെയ്തിട്ട് കടന്നു പോകുന്നുണ്ട്. വല്ല കാര്യമുണ്ടോ ഇങ്ങനെയൊക്കെ അവഗണിക്കപ്പെട്ട് ഒരു പാർട്ടിക്കകത്ത് തലമുതിർന്ന നേതാവാണെന്ന പേരിൽ ചിലയിടങ്ങളിലൊക്കെ വർഷാവർഷം ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഓരോ ബലിക്കാക്ക എന്നുള്ള നിലയ്ക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ബലിമൃഗം എന്നുള്ള നിലയ്ക്ക് ഏതെങ്കിലും ജയിക്കാത്ത മണ്ഡലത്തിൽ കൊണ്ടുവന്ന് നിർത്തുന്നു, തോക്കുന്നു, പിന്നീടും കുറച്ചു കാലം പാർട്ടിയെ ന്യായീകരിക്കാൻ വേണ്ടി നിൽക്കുന്നു, ബാക്കിയുള്ളവരെല്ലാം വളഞ്ഞ വഴി കൂടെ കേന്ദ്ര നേതൃത്വത്തിലേക്ക് എത്തിക്കുന്നുണ്ട്, കേന്ദ്ര പദവികൾ നൽകുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാം, ഈ രീതിയിൽ അവഗണിക്കപ്പെടാൻ വേണ്ടിയുള്ള ജീവിതം ബാക്കി നിർത്തിക്കൂടെ എന്ന് നമ്മൾ ചോദിക്കരുത്. കാര്യം അവരുടെ വയറ്റിപ്പിഴപ്പായതുകൊണ്ട് നമ്മൾ ചോദിക്കുന്നില്ല. പക്ഷേ കേരളത്തിലെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലും ഈ ഒരു ഗതികേട് വരില്ല. ഇന്നലെ ഈ പാർട്ടിയിൽ വന്ന, മുൻപ് കോൺഗ്രസിൽ സോണിയാഗാന്ധിയുടെ വീട്ടിൽ അടുക്കളപ്പണി ചെയ്തുകൊണ്ടിരുന്ന കോപ്പർ ഗോപി ഇന്നിപ്പോ വലിയ നേതാവായി. കാലങ്ങളായിട്ട് വിറവ് കീറി വെള്ളം കോരി നടന്ന ഈ രമേശന്റെ കാര്യമൊക്കെ കാണുമ്പോൾ വല്ലാത്ത ദയനീയാവസ്ഥ തോന്നുകയാണ്. അതായത് നിങ്ങൾക്ക് അന്തസ്സും അഭിമാനമില്ലെങ്കിൽ സംഘപരിവാറിന്റെ സംസ്ഥാന നേതാവായിട്ട് തുടരാം. കാര്യം ഇതിനുശേഷം എത്രയോ പേര് ആ പാർട്ടിയിൽ വന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അനിൽ ആന്റണി, അതായത് എം.ടി. രമേശ് ബി.ജെ.പിയിൽ അംഗത്വം എടുക്കുന്ന സന്ദർഭത്തിൽ തൊട്ടിലിൽ കിടന്ന വ്യക്തിയാണ് അനിൽ ആന്റണി. ഇന്ന് അനിൽ ആന്റണി ആരെന്ന് ചോദിച്ചാൽ എം.ടി. രമേശിന്റെ തലതൊട്ടപ്പനായിട്ട് മാറിക്കഴിഞ്ഞു. അതായത് അനിൽ ആന്റണി വരുമ്പോൾ എം.ടി. രമേശ് ഇതിനേക്കാളും കുമ്പിട്ട് നിൽക്കേണ്ട ഗതികേട്. വല്ല കാര്യമുണ്ടോ? ഇങ്ങനെ നാണം കെട്ട് സംഘപരിവാറിനെ വളർത്താൻ നടക്കുന്ന ബി.ജെ.പിക്കാരുടെ അവസ്ഥ ഇതാണ്. എന്നിട്ട് പുറത്ത് ഈ പുറംമൂച്ച് നടിക്കുക അല്ലെങ്കിൽ മേനി പറയുക എന്നതിനപ്പുറം ആ പാർട്ടിക്കകത്ത് കേന്ദ്ര നേതൃത്വത്തിന് താല്പര്യമുള്ളവർ ഇവരോട് കാണിക്കുന്ന രീതികൾ ഇതൊക്കെയാണ്. പരസ്യമായിട്ട് ഇങ്ങനെയൊക്കെ അവഹേളിക്കുമ്പോഴും അതെല്ലാം, അതായത് ഈ എത്ര ആട്ടി അകറ്റിയാലും ഈ കാറി തുപ്പിയാലും ഞങ്ങൾ അതെല്ലാം സഹിച്ച് ഞങ്ങളുടെ ഒരു വയറ്റിപ്പഴപ്പിന് ഇതാണെന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഇവർ അഭിമാനമൊന്നില്ലേ എന്ന് ഞങ്ങൾ ചോദിച്ചു പോവുകയാണ്. കാര്യം ആത്മാഭിമാനമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇങ്ങനെയൊക്കെ അവഗണിക്കുമ്പോൾ നമ്മൾ ഒന്നുകിൽ ആസിഫ് അലി ചെയ്ത പോലെ ഒരു ചിരിയെങ്കിലും ചിരിച്ച് അവിടെ പോയി ഇരിക്കണം. ഇഗ്നോർ ചെയ്യാണ്. ഇത്രയും പരസ്യമായിട്ടുള്ള ആൾക്കാരുടെ മുന്നിൽ അല്ലെങ്കിൽ ഒരു വലിയ നേതാവ് ചമഞ്ഞ് നടക്കുമ്പോൾ കേന്ദ്ര കോപ്പർ മന്ത്രി വരണ സന്ദർഭത്തിൽ അദ്ദേഹം രമേശ് ജി ഇങ്ങോട്ട് വരൂ എന്ന് വിളിക്കാതെ പോകുന്നുണ്ടെങ്കിൽ ആ കൂടെ നിൽക്കുന്ന അണികൾ പോലും ഇദ്ദേഹത്തിന് എന്ത് വില കൽപ്പിക്കാൻ. കഷ്ടം തന്നെ മുതലാളി. ഇനിയും തേഞ്ഞൊട്ടാനും ഇനി ഈ അവഗണനകൾ സഹിക്കാൻ വേണ്ടി ബി.ജെ.പിക്കകത്ത് ഒരു ചാണകത്തിന്റെ നിലവാരത്തിലേക്ക് ഇതുപോലുള്ള നേതാക്കന്മാർക്കൊക്കെ നിൽക്കേണ്ടി വരികയാണ്. പിന്നെ ഈ ബി.ജെ.പി നേതാക്കന്മാർ, സംസ്ഥാന നേതൃത്വം എന്നൊക്കെ പറഞ്ഞ കോപ്പറണ്ണന് പരമപുച്ഛമാണ്. കാര്യം ഒന്നും കൊള്ളൂല. എല്ലാം ഈ നാട്ടിലെ എല്ലാ പാഴുകളെന്നാണ് പറയുന്നത്. കാര്യം എനിക്ക് ബി.ജെ.പി സംസ്ഥാന നേതൃത്വമായിട്ടൊന്നും ബന്ധമില്ല. ഞാൻ അങ്ങ് കേന്ദ്രത്തിലാണ് എന്റെ പിടി മുഴുവൻ. ആ പിടി വെച്ചിട്ട് ഇവിടെ ഒരുത്തരെയും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇവിടെ ആരെയും മൈൻഡ് ചെയ്യാറുമില്ല. ഇവിടെ വന്നു, അദ്ദേഹം കാര്യം കാണുന്നുണ്ട്, പോകുന്നുണ്ട്. അദ്ദേഹം ഈ ബി.ജെ.പി സംസ്ഥാന കമ്മിറ്റി ഓഫീസിലൊന്നും പോകേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ബി.ജെ.പി നേതാക്കന്മാർ കൊടുക്കുന്ന എന്തെങ്കിലും അപേക്ഷകളോ അല്ലെങ്കിൽ നിവേദനങ്ങളോ എല്ലാം അപ്പം തന്നെ പോണ പോക്കിൽ ഏതെങ്കിലും ഓടയിൽ ചുരുട്ടി കളയുകയാണ് ചെയ്യുന്നത്. അതായത് ഒരെണ്ണത്തിലും നടപടി സ്വീകരിക്കുന്ന രീതിയില്ല. കാര്യം കണ്ടിട്ട് മൈൻഡ് ചെയ്യല്ല, പിന്നെയല്ലേ നടപടി. അപ്പോ ഇതൊക്കെയാണ് അവസ്ഥ. ഈ കേരളത്തിലെ ബി.ജെ.പി നേതാക്കന്മാരൊക്കെ നാവ് കൊണ്ട് ജീവിക്കുന്നതിനപ്പുറം ബാക്കിയുള്ളടത്ത് ഈ അടുത്ത കാലത്ത് നിങ്ങൾ കണ്ടില്ലായിരുന്നോ നമ്മുടെ ഒട്ടകം ഗോപാലകൃഷ്ണന്റെ ഒരു അവസ്ഥ. അതായത് തൃശ്ശൂരിൽ വിശ്വഗുരുജി വന്നപ്പോൾ അദ്ദേഹം സ്റ്റേജിന്റെ സൈഡിൽ ഒരു കസേര എടുത്തിട്ട് എത്തി നോക്കുന്ന അവസ്ഥ. അതിന്റെ മറ്റൊരു വേർഷനാണ് കണ്ടത്. സഹതാപം തോന്നുകയാണ്. ആത്മാഭിമാനം ഒന്നുണ്ടെങ്കിൽ ഈ പണിയൊക്കെ നിർത്തി വീട്ടിൽ ഇരുന്നാൽ ഇതിനേക്കാളും അന്തസ്സുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ വലിയ നേതാവാണെന്നുള്ള രീതിയിലൊക്കെ വന്നിട്ട് ഇങ്ങനെയൊക്കെ ആൾക്കാരുടെ മുന്നിൽ അവഹേളിച്ച് വിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനെയും തരണം ചെയ്ത് വീണ്ടും അവരുടെ മുന്നിൽ തന്നെ പോയി നിൽക്കാനുള്ള ആ കെൽപ്പ് അല്ലെങ്കിൽ അതിനുള്ള ആ തൊലിക്കട്ടി ഉണ്ടല്ലോ, അതിനെയാണ് ഈ നാട്ടിലെ സംഘപരിവാറുകാർ എന്ന് പറയുന്നത്. എന്തായാലും ചാണകത്തിന്റെ വില പോലും ബി.ജെ.പി സംസ്ഥാന നേതാക്കന്മാർക്ക് കൊടുത്തിട്ടില്ല എന്ന് അദ്ദേഹം പ്രവർത്തി കൊണ്ട് തെളിയിക്കുകയാണ്. രായാവ് തോർത്തും മൂടിയൊക്കെ വന്നപ്പോൾ
ഈ പണ്ടത്തെ കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിന്റെ മുഖം കാണിക്കാനൊക്കെ വന്ന് നിൽക്കുമല്ലോ, അതുപോലെയാണ് വെള്ളയും വെള്ളയിട്ട് എന്നെ ശ്രദ്ധിക്കട്ടെ, വെള്ളയും വെള്ളയും കാണുമ്പോൾ ശ്രദ്ധിക്കുമെന്ന് വിചാരിച്ചു. കണ്ടിട്ട് കാണാത്ത ഭാവത്തിന് ഒരു ഒറ്റ പോക്ക്. അതായത് ഇതിനേക്കാളും ചെന്ന് കരണക്കുറ്റിക്കൊന്ന് കൊടുത്തിട്ട് പോരുന്നെങ്കിൽ അങ്ങനെയെങ്കിലും ഒരു സമാധാനം. എന്നെ കണ്ടിട്ട് സ്നേഹത്തോടെ ഒരു തലോടലെങ്കിലും തന്നു. ഇതിങ്ങനെ കണ്ടിട്ട് കണ്ട ഭാവം നടിച്ചിട്ടില്ല. നാണം കെട്ട് തൊലി ഉരിഞ്ഞ് അവിടെ നിന്ന് നമ്മുടെ രമേശ് അണ്ണന് പോകേണ്ടി വന്നു. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, വെറും ഡോഗ് വില മാത്രമേ കൽപ്പിച്ചിട്ടുള്ളൂ എന്ന് ബോധ്യപ്പെടുകയാണ്. നാണോ അന്തസ്സോ ഉള്ളവർക്ക് ഈ പണി നിർത്തി വീട്ടിലിരിക്കുന്നതാണ് ഇതിനേക്കാൾ അഭിമാനമെന്ന് ഈ സന്ദർഭത്തിൽ പറയേണ്ടി വരികയാണ്.